ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു സത്യം പറഞ്ഞു തരട്ടെ. ഇവിടെ ഒരു കൂട്ടർ ഇറാന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇസ്രായേൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കറിയുമോ? ഇസ്രായേലിൽ അവിടെ ആഘോഷമാണ് നടക്കുന്നത്. ഇന്ത്യ ക്രിക്കറ്റിൽ വിൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എങ്ങനെയാണ് ആഹ്ലാദിക്കാറുള്ളത്? അതുപോലെയുള്ള ആഘോഷമാണ് ഇസ്രായേലിൽ നടക്കുന്നത്. പക്ഷെ ഇറാനിലോ, ഇറാനിയൻ ജനത അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അത്രമാത്രം നാശനഷ്ടങ്ങൾ ഇറാൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനത അവിടെ സന്തോഷിച്ച് അവർ ഭയങ്കര ഹരം കൊണ്ടിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിൽ. ഈ ഇസ്രായേലിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇസ്രായേലിലെ മാധ്യമങ്ങളൊന്നും അധികം ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊന്നുമില്ല. അവരൊരു വീഡിയോ കിട്ടിയിരിക്കുന്ന കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വണ്ടറായിട്ട് പോകും. കാരണം അവരുടെ ഭാഷ ഒരിക്കലും നമുക്ക് റീഡ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനോ എഴുതാനോ വായിക്കാനോ ഒന്നും കഴിയും. പക്ഷേ നമുക്ക് ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടെ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വായിച്ച് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ 1-2 കമന്റുകൾ വായിച്ചു തരാം. എന്താ പറയുക, ന്യൂ ഇയർ ഈവനിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് അവിടെ ഇസ്രായേലിൽ അവിടുത്തെ ജനത ഈ യുദ്ധത്തെ ആഘോഷിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. ഇനി ഏതുതരം ആളുകളാണ് സമാധാനം ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഇത് സമാധാനത്തിനുള്ള അവരുടെ അവസരമാണ്. അവരെ ഇത്രയധികം സന്തോഷിപ്പിച്ചത് ആരാണെന്ന് അവർ മറക്കരുത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇസ്രായേൽ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിച്ചവരെ നമ്മൾ മറന്നിട്ടില്ലാത്തതുപോലെ. അപ്പോൾ അതിന് മറുപടിയായിട്ട് റീപ്ലൈ ആയിട്ട് 2-3 ആൾ ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും അവർ എപ്പോഴും നമ്മളെ നിരീക്ഷിക്കുമെന്ന് അവർ കരുതുന്നു. എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത്? വിദേശത്ത് കണ്ടുമുട്ടിയ ഒരു ഇറാനിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഞാൻ ഇസ്രായേലിയാണെന്ന് കേട്ടയുടനെ അദ്ദേഹം അത്ഭുതപ്പെട്ടു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആഹ്ലാദിച്ചു. അതെ, ഇറാനെ പുനർനിർമ്മിക്കുന്നതിൽ അവർക്ക് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. ഇറാനെ ഒരു കലാക്ക രാഷ്ട്രം ആയി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന നിരവധി യഥാസ്ഥിതികൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന തരത്തിലുള്ളവരാണ്. വലിയ നഗരങ്ങളിൽ പതിവ് പോലെ അവർ ലിബറൽ മാറ്റം ആഗ്രഹിക്കുന്നു. പ്രാന്തപ്രദേശങ്ങളിൽ അവർ ശക്തമായ വിഘടനവാദം ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം എല്ലാം എങ്ങനെ നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് അവരുടെ പ്രതിപക്ഷത്തിനുള്ളിൽ മതിയായ ധാരണയില്ല. ആരാണ് നേതൃത്വം മാത്രമല്ല, പ്രതിനിധീകരിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ അത് അത്ര പ്രധാനമല്ല. പക്ഷെ അവർക്ക് ധാരാളം വിടവുകളുണ്ട്. റവല്യൂഷണറി ഗാർഡുകളിൽ എന്തിനെ കുറിച്ചാണ് ഇത്? ലിബറൽ ഘടകങ്ങൾ നമ്മിൽ നിന്ന് വിഘടനവാദം ആഗ്രഹിക്കുന്നതിലേക്ക് വാതിൽ തുറന്നേക്കാം. എൻ്റെ സമീപനം നമ്മളെ വേണ്ടാത്ത തീവ്രവാദികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സാധാരണ ജീവിതം ആഗ്രഹിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്നതിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ എല്ലാത്തിനും ഉപരി അവിടെ ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരും ഒരേ അഭിപ്രായമുള്ളവരല്ല. അപ്പോൾ ലാർജ് ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ തലത്തിലാണ്. ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പക്ഷത്തിന് പകരം മിഡിൽ ഈസ്റ്റിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഭാഗത്തെ ശക്തിപ്പെടുത്തും. അത് ഒരു കമന്റിന് വന്നിട്ടുള്ള റീപ്ലൈ ആണ് ഇത്രയും വലിയൊരു റീപ്ലൈ കേട്ടോ. അടുത്ത രണ്ടാമത്തെ ഒരു റീപ്ലൈ കമന്റ് വായിക്കാം. ഇറാനികൾ അവസരം മുതലെടുത്താൽ ഒരു ജനാധിപത്യ ഇറാൻ ഒരു സൂപ്പർ പവർ ആയിരിക്കും. മൂന്നാമത്തെ ഒരു കമന്റ്, ധീരയായ ഇറാനിയൻ ജനതയ്ക്ക് എത്ര സന്തോഷം. നിങ്ങളുടെ ഭാവി എന്നേക്കുമായി മാറ്റാനുള്ള അവസരമാണിത്. നിങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനങ്ങൾ, നല്ല മനസ്സുകൾ. അതെ, ഒടുവിൽ ഇറാനികളും ഞങ്ങളോടൊപ്പം പോരിയും ആഘോഷിക്കാം. ധീരന്മാരെ എഴുന്നേൽക്കൂ, ഇതാണ് സമയം. പിന്നെ ഒരു കമന്റ് കേട്ടോ, ഇസ്രായേലികളെ, നമ്മുടെ പദവിയെക്കുറിച്ചും നമ്മുടെ ജനങ്ങളെ പീഡിപ്പിക്കുന്നവനെ ഇല്ലാതാക്കിയതിനു ശേഷം നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചും നിങ്ങളോടുള്ള വിലമതിപ്പിനെ കുറിച്ചും ചിന്തിക്കുക. അടിമത്തത്തിന്റെയും ഭയത്തിന്റെയും നികുത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഇറാനിയൻ ജനതയിൽ നിന്ന് ഇതെല്ലാം നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് കരുതുക. സ്വതന്ത്ര ലോകത്തിന്റെ നേതാക്കളായ ബെഞ്ചമിൻ നെതന്യാഹു, ഡൊണാൾഡ് ട്രംപും ലോകത്തെ മുഴുവൻ സുരക്ഷിതമാക്കിയ 2 ജ്ഞാനികളാണ്. ഇപ്പോൾ മുഴുവൻ അറേബ്യൻ ഉപദ്വീപും ഇറാനും നന്മയുടെ ഭാഗമായതിനാൽ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും തിന്മയ്ക്ക് ഇനി പ്രകാശിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിൽ അതിന്റെ പങ്ക് ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ്.
വർഷമായി ഒരു പുതിയ സമാധാന സംഘടന ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ചേരുകയും ഒപ്പിടുകയും നിയമങ്ങളിൽ പ്രതിജ്ഞബദ്ധരാകുകയും ചെയ്യാത്ത ആരുമില്ല. വലിയൊരു കമന്റ്. അടുത്ത കമന്റ് വായിക്കട്ടോ. തങ്ങളുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥർ സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി പ്രവർത്തിക്കുന്ന പരിഷ്കൃത വ്യക്തികളാണെങ്കിൽ ആളുകൾ സമാധാനം ഇഷ്ടപ്പെടുന്നു. അടുത്തതാക്കളെ ഇല്ലാതാക്കിയ സമയം പോലെ എല്ലാവരും തെരുവുകളിൽ മാർച്ച് ചെയ്ത് എങ്ങനെയാണ്? ഇറാനിയൻ പ്രതിഷേധകർക്ക് ആയുധങ്ങളും റൈഫിളുകളും നൽകി എല്ലാ പാസിക് ആർമി അംഗങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും ഇല്ലാതാക്കാത്തത് എന്തുകൊണ്ട് വ്യക്തമല്ല. സന്തോഷത്തോടെ തെരുവിലിറങ്ങിയാൽ അവർക്ക് സർക്കാർ മാറ്റം ഉണ്ടാകില്ല. സൈറൻ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഒരാളുടെ കമന്റാണ്, സൈറൻ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്ത് അല്ലേ? വേറൊരു കമന്റ്, ശൂഷൻ പട്ടണം സന്തോഷിച്ചു, ഞാൻ ഇസ്രായേലിനെ പിന്തുണക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ലോക ചരിത്രം മാറ്റി. അടുത്തൊരു കമന്റ് കണ്ടോ? ബെഞ്ചമിൻ നെതന്യാഹു ലോക ചരിത്രം മാറ്റിമറിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ അവർ പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അടുത്തൊരു കമന്റിന് വന്ന റീപ്ലൈയാണ് വായിക്കുന്നത്. ഇറാനിയൻ ഭരണകൂടം കാരണം അവർ കൂടുതൽ പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. കൂടുതൽ നിരപരാധികളായ മരണങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരുതരം 24/7 മുട്ടത്തോലിൽ കേണ്ടതില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുവാൻ സഹായിക്കുകയും ചെയ്യും. അമേരിക്കയുമായി ചേർന്നാണ്. ഇപ്പൊ കേട്ടില്ലേ? ഇതാണ് ആക്ച്വലി ഇസ്രായേലികളുടെ കമന്റുകളും അവര് ആഗ്രഹിക്കുന്നതും. ഇസ്രായേലികളുടെ വീഡിയോസ്, ന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും അപ്ലോഡ് ചെയ്യില്ല. കാരണം അപ്ലോഡ് ചെയ്താൽ തന്നെ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. ചൈനീസ് ഭാഷ പോലെയുള്ള അക്കങ്ങളൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരഞ്ഞിട്ടൊക്കെയാണ് അവർ എഴുതി, നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ലേറ്ററൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്, അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഞാനത് ജസ്റ്റ് അവരുടെ ഒരു ആഹ്ലാദം കണ്ടപ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അത് കണ്ടപ്പോൾ ആ കമൻറ്റ് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. ഇതാണ് ആക്ച്വലി ഇസ്രായേൽ സംഭവിക്കുന്നത്. ഇസ്രായേൽ വളരെ സേഫാണ്. അമേരിക്കയുടെ പൂർണ്ണ സംരക്ഷണത്തിൽ ഭയങ്കര സേഫാണ്. ഇസ്രായേലിൽ ഇറാനികൾ എത്ര ആക്രമിച്ചു കഴിഞ്ഞാൽ, ഇറാനിൽ നിന്ന് എത്ര ബോംബ്, എത്ര മിസൈലും, എത്ര ഡ്രോണും, എന്തൊക്കെ ബാലിസ്റ്റിക് മിസൈൽ ഇട്ട് കഴിഞ്ഞാലും ഇസ്രായേലികൾക്ക് ഒരു പേടിയില്ല. അവർ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കണം. യുദ്ധം ഇസ്രായേലിന് ഭയങ്കര ഹരാണ്. കാരണം ഇത് ക്രിക്കറ്റ് കളിയിൽ നമ്മൾ മാച്ചിൽ വിൻ ചെയ്യുന്ന പോലെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് യുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ വെറുതെ ഇവിടെ കടന്ന് കുറേ മീഡിയക്കാർ കടന്നുകൊണ്ട് അലറുന്നു. കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇല്ലതും ഇല്ലാത്തതുമായിട്ടുള്ള പലതരം ഹിസ്റ്ററി പറഞ്ഞിട്ടും അതുപോലെ തന്നെ പലതരം വീഡിയോസ് ചെയ്തിട്ടും ഒക്കെ ഇതാക്കുന്നു. ഇതിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. പാവപ്പെട്ട ജനങ്ങൾ, കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്ത് ഓവർ ടൈം എടുത്ത് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുത്ത് കഴിയുന്ന ഒരു കൂട്ടം ജനത, മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരുൾപ്പെടെ മറ്റു രാഷ്ട്രത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ, ഇതിലൊക്കെ നിരപരാധികൾ ഇതിനകത്ത് കൊല്ലപ്പെടുന്നു, ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് മരണപ്പെടുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് സങ്കടകരമായിട്ടുള്ള ഒരു അമേരിക്കക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കച്ചവടമാണ്, ഒരു ബിസിനസ്സാണ്. അമേരിക്കയുടെ ആയുധങ്ങൾ വിൽക്കണം, ഇസ്രായേലിന് വിൽക്കണം. ഇസ്രായേൽ ജനതക്കാണെന്നുണ്ടെങ്കിൽ മനുഷ്യഹത്യ ചെയ്ത് കൊന്നടുക്കിയിട്ട് അവർക്ക് കൊതി തീരുന്നില്ല ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനൊന്നും. അപ്പോൾ അവർക്ക് മനുഷ്യന്മാരെ കൊന്നിട്ട് കൊതി തീരുന്നില്ല, ചോര കുടിച്ചിട്ടൊന്നും അവർക്ക് ഒരിക്കലും ഇതുവരെ കൊതി തീരുന്നില്ല. കുറേ ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ്യം അറിയാതെ കുറേ വീഡിയോകൾ ഇങ്ങനെ വാരി വലിച്ച് ചെയ്യുന്നു. കുറേ ഫ്ലൈറ്റ് അങ്ങോട്ട് പോകുന്നു, ബോംബ് ഇങ്ങോട്ട് ഇടുന്നതും കത്തുന്നതും ഒക്കെ. അതാണെന്നുണ്ടെങ്കിലോ ഇവിടെയുള്ള ന്യൂസ് ഏജൻസികളാണെങ്കിൽ ബ്രേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ ഇങ്ങോട്ട്, ബ്രേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മിസൈൽ, സൂപ്പർസോണിക്, ബാലിസ്റ്റിക്, എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ ബഹ്റൈൻ, ഒമാൻ, UAE, സൗദി, അവിടെയൊക്കെ ചെറിയ നേരിയ പൊട്ടലും ചീറ്റലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ വലുതാക്കി കാണിച്ചിട്ട് ഇങ്ങോട്ട് ജനങ്ങളങ്ങോട്ട് ഭീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഇസ്രായേലി ജനത സന്തോഷിക്കുകയാണ് ഈ യുദ്ധത്തിൽ. ഇറാനിൽ ഒരു കൂട്ടം ജനതയ്ക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം വേണമെന്നൊക്കെയാണ് കമൻറ്റ്. ഇറാനിയൻ ജനതയ്ക്ക് ഇറാനിയൻ ജനത അവിടുത്തെ ഒരു ഭരണഘടനയുമായിട്ട് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവിടെ ഇറാനിൽ ചെറിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു പൊളിറ്റിക്സ് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രമാവാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ തന്നെ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇസ്രായേലികളാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യമാണെങ്കിലും ഇറാൻ മാത്രമല്ല ഫലസ്തീൻ, മറ്റുള്ള ഗാസ പോലുള്ള രാജ്യങ്ങളൊക്കെ
കൊന്നെടുക്കാൻ മനുഷ്യരെ കൊല്ലാൻ ഇവർക്ക് ഭയങ്കര ഹരാണ്. അവർക്ക് ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഈ ന്യൂ ഇയർ ഈവനിങ് എങ്ങനെയായിരിക്കും, പൂരം എങ്ങനെയായിരിക്കും, ഈ ക്രിക്കറ്റ് മാച്ചിലൊക്കെ വിൻ ചെയ്താൽ എന്തായിരിക്കും, ആ ഒരു അതുപോലുള്ളൊരു സ്പിരിറ്റാണ് അവർക്ക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ആഘോഷിക്കുകയാണ് യുദ്ധങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ ജനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ ഈ രാത്രി എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ എന്നിരുന്നാലും ഞാനിത് കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.